അച്ചമ്മയുടെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പാലട പായസം ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പാലട പാക്കറ്റാണ്. അത് 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. അതിൽ ഞാൻ 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അതിന് 1.5 ലിറ്റർ പാലാണ് അവർ എഴുതിയിരിക്കുന്നത്. അതിന് ഞാനിവിടെ 2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിനായി നമുക്ക് ആദ്യം പാല് തിളപ്പിക്കാൻ വയ്ക്കാം. കുക്കർ വേണമെന്നില്ല, എന്നാലും നല്ല കട്ടിയുള്ള പാത്രമായാലും മതി. ഇതിനൊക്കെ പാല് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അട തിളപ്പിക്കാൻ വയ്ക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം ഇപ്പം നല്ലവണ്ണം തിളക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 100 ഗ്രാം അട അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഒന്നും കൂടി തിളപ്പിക്കാം. നമുക്കത് മൂടി വയ്ക്കാം. 20 മിനിറ്റെങ്കിലും മിനിമം നമ്മൾ വയ്ക്കണം. ഈ സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര കാരമൽ ചെയ്യാം. ഇതിനു വേണ്ടി 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെ ചെറിയ തീയിലായിരിക്കണം. അത് ഉരുകി വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട്. നമുക്ക് ചെറിയ തീയിൽ വെച്ച് വറ്റിക്കാം. പഞ്ചസാര ഉരുകി തുടങ്ങി. ഇനി നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളറായി. നമുക്ക് ഇനി ഇതിലേക്ക് തിളച്ച 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായി ഒഴിക്കണം, അല്ലെങ്കിൽ തെറിച്ച് മേത്ത് വിടാൻ സാധ്യതയുണ്ട്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കാരമൽ കട്ടയായിട്ടിരിക്കും. ഇനി നമുക്ക് ഇത് നല്ലവണ്ണം വെള്ളമായിട്ട് യോജിപ്പിക്കാം. ഇത് കുറച്ച് വറ്റി കഴിയുമ്പോൾ നമുക്ക് ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ പാല് കുറച്ച് വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.25 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ടിരിക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അതിങ്ങനെ ഇരുന്ന് വറ്റട്ടെ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ പിടിക്കാതെ സൈഡിൽ പിടിക്കാതെ നല്ലവണ്ണം നോക്കണം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിളപ്പിച്ച് വെച്ച അടയെടുത്ത് അരിപ്പയിലേക്ക് ഊറ്റാം. ഇതിലേക്ക് നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അടയുടെ വെള്ളമൊക്കെ ഊറിപ്പോയിട്ടുണ്ട്. നമുക്കിത് ഒന്ന് പതുക്കെ വറുത്തെടുക്കാം. ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ച് അതിലേക്ക് ഇത്തിരി നെയ്യിട്ട് കൊടുത്ത് നമുക്കൊന്ന് പതുക്കെ വെള്ളം വരണവരെ ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. നമുക്ക് തിളച്ചിരിക്കുന്ന പാലിലേക്ക് ഇത് കുറേശ്ശായി ഇട്ട് കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കാം. അട കട്ടകട്ടയായിട്ടായിരിക്കുന്നത്. നമുക്കത് പാലിലേക്ക് നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം. ഇത് ചെറിയ തീയിലിരുന്ന് ഒന്ന് വറ്റട്ടെ. 40-45 മിനിറ്റെങ്കിലും വേണം മിനിമം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കാരമൽ ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. കാരമൽ യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 ടേബിൾ സ്പൂൺ വെണ്ണയും ഇട്ട് നല്ലവണ്ണം യോജിപ്പിക്കാം. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, ഉപ്പില്ലാത്ത വെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. നല്ല കളർ വന്നിട്ടില്ലേ? അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പാലട പായസം തയ്യാറായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.